അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേൾക്കാത്ത ഒരൊറ്റ മനുഷ്യനും ഈ മജ്ലിസിലില്ല. ഞാൻ നിങ്ങൾ എല്ലാരും ഖുർആൻ കേൾക്കും, ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ ഇങ്ങനെ കളയുക. ഇത് ഉസ്താദന്മാർക്ക് മാത്രം ഉള്ളതാണെന്ന ചിലരുടെ വിചാരം. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അത് പരിഗണിക്കാത്തവൻ അള്ളാഹു 10 ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവന്മാര് വിചാരിക്കും, പടച്ചോനെ ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് പറയും വാപ്പാനോട്, ഉസ്താദ് പറഞ്ഞത് ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്ന നരകത്തിൽ പോകുന്ന വാപ്പാന്ന് പറഞ്ഞ് പേടിക്കണ്ടട്ടാ. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ അത് എല്ലാവർക്കും അള്ളാഹ് കൊടുക്കില്ല, അത് മനസ്സിലാക്കിയാൽ മതി. എടാ, ഖുർആൻ അള്ളാഹു എല്ലാവർക്കും കൊടുക്കൂല, അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്കേ കൊടുക്കൂ. നിന്റെ വീട്ടിൽ തന്നെ എത്ര മക്കളുണ്ട്, എന്നിട്ട് അള്ളാഹ് നിനക്ക് മാത്രമല്ലേ ഭാഗ്യം തന്നുള്ളൂ? എത്രയോ ഉസ്താദന്മാരെ കാണുന്നുണ്ട്, എല്ലാ ഉസ്താദന്മാരും ഹാഫിളീങ്ങളായില്ലല്ലോ. അപ്പൊ അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് അത് കൊടുക്കും. അത് നിലനിർത്താനുള്ള പരിപാടികൾ എന്താന്ന് വെച്ചാൽ അതാ ഉസ്താദന്മാർ ഇവിടെ എല്ലാരും പറഞ്ഞ എന്താ, ഹാഫിളീങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഇപ്പൊ ഹാഫിളീങ്ങളായി, ഇത് നിലനിർത്തണം. നിങ്ങൾ അത് നിലനിർത്തണമെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ജീവിക്കണം. അള്ളാഹു അങ്ങനെ ജീവിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഖുർആനിലെ ആയത്ത് കേട്ടിട്ട് നിസാരമാക്കും, ഇതെനിക്കൊന്നുമല്ല, ഇത് ഞങ്ങൾക്ക് വേണ്ടിയൊന്നും പറയുന്നതല്ല എന്ന് പറഞ്ഞ് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുന്നവന് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന 10 ശിക്ഷയുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സാധാരണ വഴുത് കേട്ടിട്ട് പോകല്ലേ വാപ്പ. സാധാരണ വഴുത വെക്കണ പോലെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞിട്ട് പോകരുത്. ഞാൻ ഖുർആനിന്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതിത്തരാം, ഇത് നല്ലതുപോലെ കേട്ടോണം, ഇത് നല്ലതുപോലെ കേൾക്കണം, എന്നിട്ട് ചിന്തിച്ച് നന്നാകണം. ഇല്ലെങ്കിൽ അള്ളാഹ് തരുന്ന ശിക്ഷയാ ഞാൻ പറയുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പിരിവൊന്നുമില്ലല്ലോ ഉസ്താദ്? നിങ്ങളെ വലിയ വലിയ ആൾക്കാരുള്ളപ്പോൾ നമ്മളെന്ത് പിരിക്കാനാപ്പാ? നല്ല EP ഉസ്താദൊക്കെ നല്ല പിരിച്ചിട്ടുണ്ടോ? എന്തേപ്പാ ഉസ്താദ്, എന്തേ ഇവിടുത്തെ പ്രിൻസിപ്പാൾ, എന്തേപ്പാ ഇവിടുത്തെ ഉസ്താദ്, എന്തേപ്പാ പാവപ്പെട്ട ഒത്തിരി ചരിച്ചു ചേരുവാനിയാ. അപ്പൊ ഇൻഷാ അല്ലാഹ് 10 പറയാവുന്ന വാക്കൊന്നും ഞാൻ പറയൂല. 10:30 വരെ സമയമുണ്ട്. കറക്റ്റ് 1.25 മണിക്കൂറുണ്ട് ഇനിയിപ്പോ. അൽഹംദുലില്ലാ 1 മണിക്കൂറും 14 മിനിറ്റും ഉണ്ട് ഇൻഷാ അല്ലാഹ്. അതിനിടയിൽ പറയാൻ പറ്റുന്ന പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ തുടങ്ങല്ലേ നിങ്ങൾ എന്താ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണം പരമനുഷ്യന്മാരെ? തുടങ്ങല്ലേ. അപ്പൊ 1-ാമത്തെ ആയത്ത്, അള്ളാന്റെ വിശുദ്ധമായ കലാമ് കേട്ടിട്ട് അതിനെ പരിഗണിക്കാതെ ഇങ്ങനെ നടക്കണ ചങ്ങായിമാരുണ്ടല്ലോ, അവർക്ക് അള്ളാഹു കൊടുക്കുന്ന 1-ാമത്തെ ശിക്ഷ എന്താ? ഈ വഅലിന്റെ സദസ്സിലിരിക്കുന്ന ചില മക്കളുടെ പരാതി എന്തെന്നറിയോ? ഉസ്താദെ, എന്റെ വാപ്പായ്ക്ക് 50, 55, 60 വയസ്സായി, മുടി നരച്ചു, രോഗമായി, ഉപ്പാന്റെ ജ്യേഷ്ഠനും അനുജനും കൂടെ പഠിച്ചവൻ വരെ കബറി പോയി, പക്ഷെ വാപ്പാടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴും വാപ്പ വാട്സപ്പും ഫേസ്ബുക്കും ആയിട്ട് നടക്കുക. വാപ്പ പഠിച്ചവനെ സ്വന്തം മക്കള് പറയാ, ഉപ്പ നന്നാകുന്നില്ല, നിസ്കരിക്കുന്നില്ല, ഖുർആൻ ഓതുന്നില്ല, ദിക്റ് പറയുന്നില്ല, മരിക്കേണ്ടവനാണെന്നുള്ള ചിന്തയില്ല, അള്ളാനെ മറന്നിട്ട് ഇങ്ങനെ നടക്കാ. ഉസ്താദിനോട് പറയാ, എന്റെ വാപ്പ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം ഉസ്താദെ. പെണ്ണുങ്ങൾ പറയാ, പടച്ചവനെ എന്റെ ഉമ്മ 40, 50 വയസ്സായി, മുടിയെല്ലാം നരച്ചുപോയി, പടച്ചവനെ തൊലിയെല്ലാം ചുളുങ്ങിപ്പോയ ഉമ്മ ഇപ്പോഴും നിസ്കാരമില്ല, ഖുർആൻ ഓതാറില്ല. പടച്ചവനെ എപ്പോഴും ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് സീരിയലിന്റെ ലോകത്താണ്, ഉപദേശിച്ച ചീത്ത വിളിക്കുകയാണ്, ഏഷണിയാണ്, പരദൂഷണമാണ്, അവിടുത്തെ ഔറത്ത് പോലും മറയ്ക്കാറില്ല. പ്രായം ചെന്നിട്ടും എന്റെ ഉമ്മ നന്നാകുന്നില്ലല്ലോ. ഈ സദസ്സിലിരിക്കുന്ന പല മാതാപിതാക്കളുടെയും പരാതി എന്തെന്നറിയോ ഉസ്താദേ? 15 വയസ്സുള്ളവന്, 18 വയസ്സുള്ളവൻ, 20 വയസ്സുള്ളവൻ അവൻ കഞ്ചാവടിക്കുന്നു, കള്ളു കുടിക്കുന്നു, അവൻ എന്നെ ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. ഉസ്താദേ, എന്നെ തല്ലാൻ കൈവെക്കുകയാണ്, എന്റെ മകൻ എന്നെ ചീത്ത വിളിക്കുകയാണ്, എത്ര ഉപദേശിച്ചിട്ടും അവൻ നന്നാകുന്നില്ല ഉസ്താദ്. എന്തു പറ്റി എന്റെ മക്കൾക്ക്? എന്റെ പ്രിയപ്പെട്ടവരെ, പ്രായമായിട്ടും നന്നാകാത്ത വാപ്പാ ഉമ്മ, ചെറിയ പ്രായക്കാർക്ക് എന്തെല്ലാം ഉപദേശം കൊടുത്തിട്ടും അവര് നന്നാ
നന്നാകുന്നില്ലല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാ. 18 വയസ്സുള്ള ഒരു പെൺകുട്ടി കഥാ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാവുകയാണ്. ആ മുസ്ലിമായ ചെറുപ്പക്കാരനുമായി പ്രണയം തലയ്ക്ക് പിടിക്കുകയാണ്. അവസാനം പടച്ചവനെ വീടിന്റെ മതില് ചാടുകയാണ്. ആരുമറിയാതെ കാമുകന്റെ കൂടെ ഇറങ്ങി പോവുകയാണ്. അവസാനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുടുംബക്കാര് പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അല്ലാഹുവേ, ഇറങ്ങിപ്പോയ പൊന്നാരമകളെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ കൂടെ പുറപ്പെടന്ന് തല്ലുകയാണ്. അതാ തന്റെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നെന്ത് പ്രസവിച്ച തന്റെ പൊന്നാരമകളെ തല്ലുന്നത് കണ്ടപ്പോ ഉമ്മ പറയുന്നു, എന്റെ പൊന്നുമോള് ഒരാള് പോലും തൊട്ടുപോകരുത്, എന്റെ പൊന്നുമോള് ആരും ഉപദ്രവിക്കരുത്. പടച്ചവനെ, ഉമ്മയാട് ഓടിച്ചെന്ന് പൊന്നാരമകളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാ, വേണ്ട മോളെ, അവനുമായിട്ടുള്ള ഒരു ജീവിതം നിനക്ക് വേണ്ട, അവനെ നീ മറക്കണം മോള്. നിന്റെ ഉമ്മയാണ് പറയുന്നത്, നിന്നെ പ്രസവിച്ച മാതാവാണ് പറയുന്നത്. പടച്ചവനെ, 18-കാരിയുടെ മുമ്പിൽ നെഞ്ചുപൊട്ടിക്കരഞ്ഞുകൊണ്ട് മാതാവ് പറയുന്നു, മറക്കണം മറക്കണം മറക്കണം. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഉമ്മ പരാജയപ്പെട്ടു പോവുകയാണ്. ആ 18-കാരി ചലിക്കുന്നില്ല, അവളുടെ തീരുമാനത്തിലൊരു മാറ്റവുമില്ല. ഉമ്മ പരാജയപ്പെടുകയാണ്. വാപ്പ വരികയാണ്, ജന്മം കൊടുത്ത പിതാവ് തന്റെ പൊന്നാര മകളുടെ മുമ്പിൽ വന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാ, ഉപ്പാന്റെ പൊന്നുമോളവനെ മറക്കണം മോളെ, അവൻ നമ്മുടെ മതം പോലുമല്ല മോളെ. വാപ്പക്കിനി നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ കഴിയില്ല. ഇനി കുടുംബസമേതം ആത്മഹത്യ ചെയ്യലല്ലാതെ വേറൊരു വഴിയുമില്ല. എന്റെ പൊന്നുമോളവനെ മറക്കണം. ആരാ? ജന്മം കൊടുത്ത പിതാവ് 18-കാരിയുടെ കൈപിടിച്ച് കരയുകയാ. അവളുടെ തീരുമാനത്തിൽ മാറ്റമില്ല. കൂടപ്പറപ്പ് വന്നു, കുടുംബക്കാര് വന്നു, കാരണവന്മാര് വന്നു, പടച്ചവനെ കൂട്ടുകാര് വന്നു, എന്തിനാ കമ്മിറ്റിക്കാര് വന്നു. അവസാനം പള്ളിയിലെ ഖതീബിനെ കൊണ്ടുവന്നു. ഈ 18-കാരിയുടെ മുമ്പിലിരുന്ന് മരണവും ഖബറും നരകവും പരലോകവും സിറാത്തും മീസാനും നരകവും എല്ലാം പറഞ്ഞു കൊടുത്തു. ആ 18-കാരിയുടെ തീരുമാനത്തിൽ മാറ്റമില്ല. അവസാനം പടച്ചവനെ കോടതിയിൽ ചെന്നു. ജഡ്ജി ചോദിക്കുകയാ, 18 കൊല്ലം പോറ്റി വളർത്തിയ നിന്റെ മാതാപിതാക്കളെ വേണോ, ഇന്നലെ പരിചയപ്പെട്ടവനെ വേണോ? ചങ്കുറപ്പോടെ ആ പെൺകുട്ടി പറയുന്നു, ഇന്നലെ കണ്ടവനെ മതിയെന്ന് പറഞ്ഞു അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുമ്പോ ജന്മം കൊടുത്ത ബാപ്പയും ഉമ്മയും നെഞ്ചു പൊട്ടികെട്ട് കിടന്ന് കരയുകയാ. പടച്ചവനെ, എന്ത് ചെയ്തിട്ടും അവൾ അനങ്ങുന്നില്ല. അവന്റെ കൈ പിടിച്ചുകൊണ്ട് കടന്നു പോകുമ്പോ ഉമ്മ ചോദിക്കുന്നു, അല്ലാ, എന്ത് പറ്റി പടച്ചവന്? എന്റെ പൊന്നുമോൾക്ക് എന്ത് പറ്റി പടച്ചവര്? ഇവളുടെ മനസ്സെന്ത് ഇങ്ങനെ ആയിപ്പോയത്? എന്തേ ഇവളുടെ ഹൃദയം ഇങ്ങനെ ആയിപ്പോയത്? സങ്കടപ്പെടുന്ന മാതാപിതാക്കളോട് പ്രായം ചെന്നിട്ടും വാപ്പ നന്നാകുന്നില്ല, രോഗം പിടിച്ചിട്ടും ഉമ്മ നന്നാകുന്നില്ല, എത്ര ഉപദേശം കൊടുത്തിട്ടും ഇന്നത്തെ മക്കള് നന്നാകുന്നില്ല. അതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആനാണോ പറയുന്നത്? പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാതെ നടക്കുന്നവരുണ്ടല്ലോ, അതിനെ നിസാരമായി കാണുന്നവരുണ്ടല്ലോ, അതിനെ അവഗണിക്കുന്നവരുണ്ടല്ലോ. ആ അവഗണിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ? അങ്ങനെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനെ അവഗണിച്ച് നടക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വഇൻ തദൂഹും മിനൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് വ്യക്തമായി പറയുകയാ, കേൾക്കുക, അല്ലാഹുവിന്റെ കലാം കേട്ട് പരിഗണിക്കാതെ നടക്കുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, വൈന തദൂഹും മിനൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അവൻ
നന്നാകില്ല ബാപ്പാ, ഒരു കാലത്തും അവൻ നന്നാകില്ല. അവന്റെ ഹൃദയത്തിനകത്തേക്ക് ഈമാനിന്റെ വെളിച്ചം പിന്നെ ഒരിക്കലും കേറൂല. അവന്റെ ഹൃദയത്തിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കേറൂല. നിങ്ങളൊക്കെ തലകുത്തിക്കിടന്ന് ഉപദേശിച്ചാലും അവര് നന്നാകില്ല. കാരണം അവരുടെ ഹൃദയത്തിനകത്തേക്ക് വെളിച്ചം കേറൂല, ത്തിനകത്തേക്ക് ഈമാനിന്റെ പ്രകാശം കേറൂല. നിങ്ങളൊക്കെ എത്ര കടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എത്ര വാഴ പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല. ഈ 18കാരിയോട് മരണം പറഞ്ഞില്ലേ, മോളെ ഈമാനില്ലാതെ മരിച്ചു പോകും, നരകത്തിലാണ്, മരണമുണ്ട്, കബറുണ്ട്, പരലോകമുണ്ട്, സിറാത്തുണ്ട്, എന്തെല്ലാം പറഞ്ഞു കൊടുത്തടോ. മാതാവല്ലേ നെഞ്ചു പൊട്ടിക്കരഞ്ഞതോ. വാപ്പയും ഉമ്മയും കിടന്ന് നിലവിളിക്കുമ്പോ ആ കണ്ണുനീര് പോലും കാണാൻ അവൾക്കും മനസ്സില്ലാതെ പോയല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയോ? അല്ലാഹു പറയുകയാ, നിങ്ങളൊക്കെ എത്ര പറഞ്ഞാലും അവര് കേൾക്കൂല. വൈദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അവരുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാണ്, അവരുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാണ്, അവരുടെ ഹൃദയം അല്ലാഹു സീല് വെച്ചിരിക്കുകയാണ്. അവരുടെ ചെവിയും അവരുടെ ഹൃദയവും അല്ലാഹു അടച്ചു വെച്ചിട്ട് സീല് വെച്ചിരിക്കുകയാ. അല്ലാഹു വെച്ചിരിക്കുന്ന സീല് പൊട്ടിക്കാൻ ആരെ കൊണ്ടോ പറ്റുക? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ടു അതിനെ പരിഗണിക്കാത്തവൻ അല്ല കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, പിന്നെ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ ചെവിയും അവരുടെ ഹൃദയവും അല്ലാഹു അടച്ച് സീല് വെച്ചു കഴിഞ്ഞു. അവരുടെ ചെവിയും അവരുടെ ഹൃദയവും അല്ലാഹു സീല് വെച്ച് കഴിഞ്ഞു. പിന്നെ എങ്ങനെ കേൾക്കാനാ? നരകവും കബറും പറഞ്ഞ കേൾക്കണ്ടേ? കേട്ടാലല്ലേ നന്നാകാൻ പറ്റുക? എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല. കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെ അവർ നിസ്സാരമാക്കിയവരാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ല എഴുതി അങ്ങ് തെള്ളും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, പരിശുദ്ധമായ റമളാൻ മാസം വരുമ്പോ എല്ലാ റമളാനിന്റെയും ഒന്നാമത്തെ രാവിലെ തന്നെ സർവ്വ ശൈത്താന്മാരെയും മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എല്ലാ ശൈത്താന്മാരെയും പിടിച്ച് ചങ്ങലക്കിടൂലേ? ഇടുവോ ഇല്ലേ? ഉള്ളത് പറ. എല്ലാ ശൈത്താന്മാരെയും പിടിച്ച് ചങ്ങലക്കിടുവോ? പറ കാക്കാമാരെ, ഇടുവോ? എന്നിട്ടും വീടിയും വലിച്ച് നോമ്പും പിടിക്കാതെ അടക്കണ ചങ്ങായിമാരില്ലേ? എത്രയോ പേര് റമളാൻ മാസത്തിൽ പോലും നിസ്കരിക്കാതെ വീടിയും വലിച്ചടക്കണവരില്ലേ? നിസ്കരിക്കാത്തവരില്ലേ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലരങ്ങനെ അള്ളാഹു എഴുതി തള്ളിക്കളയും. പരസ്യമായി പള്ളിയിൽ ജുമാ നടക്കുമ്പോ, പള്ളിക്കകത്ത് നിസ്കാരം നടക്കുമ്പോ പള്ളിക്കകത്ത് കയറാൻ നടക്കുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു എഴുതി തള്ളിക്കളയും. പിന്നെ അവനെ നന്നാക്കാൻ ആരെ കൊണ്ടാ പറ്റുക? പിന്നെ ആരെ കൊണ്ടാ പറ്റുക? ഒരാൾക്ക് നന്നാകണമെങ്കിൽ അവന് തോന്നണം നന്നാകണമെന്ന്, അല്ലാതെ ആരെയും അള്ളാഹു നന്നാക്കില്ല. എനിക്ക് നന്നാകണമെന്ന് എനിക്ക് തോന്നണം, ഓരോ മനുഷ്യന് നന്നാകണമെന്ന് അവന് തോന്നണം. 99 പേരെ കൊന്ന ഒരു മനുഷ്യന്റെ ചരിത്രമുണ്ട്. 99 പേരെ കൊന്നപ്പോഴാ, 99ാമത്തെ ആളെ കൊന്നപ്പോഴാ ആ മനുഷ്യന് തോന്നുന്നത്, ഞാൻ ചെയ്യുന്നത് പാവാണല്ലോ, ഞാൻ ചെയ്യുന്നത് തെറ്റാണല്ലോ. ആ മനുഷ്യൻ അപ്പോഴാണ് നന്നാകണമെന്ന് തോന്നിയത്. അപ്പോഴാണ് ഒരു മനുഷ്യനെ കണ്ടു, അദ്ദേഹത്തോട് ചോദിച്ചു, ഹബീബേ, ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, അല്ലാഹ് എനിക്ക് പുറത്തു തരുവോ? ഞാൻ 99 പേരെ കൊന്ന ഒരാളാ, അല്ലാഹ് എനിക്ക് പുറത്തു തരുവോ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, നിനക്കോ അല്ലാഹ് പുറത്തു തരാനോ? 99 പേരെ കൊന്ന നീ നരകത്തിലാണ്, നിനക്ക് അല്ലാഹ് പുറത്തു തരൂല, നീ നരകത്തിലാ. അപ്പൊ ഈ ചങ്ങാതി വിചാരിച്ചു, എന്തായാലും 99 എണ്ണത്തിനെ കൊന്നു, എന്നാ 100 തികയ്ക്കാം, അവനെ കൂടെ അങ്ങ് കൊന്നു കളഞ്ഞു. അങ്ങനെ 100 പേരെ കൊന്നു. 100 പേരെ കൊന്നു കഴിഞ്ഞപ്പോഴും ആ മനുഷ്യന് കുറ്റബോധം, അല്ലാഹുവേ, ഞാൻ 100 കൊല ചെയ്തല്ലോ, അല്ലാഹ് നന്നാകണം. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഒരു ഉസ്താദ് വരുന്നുണ്ട്. ആദ്യം കണ്ടൊരു മനുഷ്യൻ സാധാരണ ഒരാളെയാ കണ്ടത്. രണ്ടാമത് വരുന്നത് ഉസ്താദാണ്, ഇൽമു പഠിച്ച ആളാണ്, അറിവുള്ള ആളാ. അദ്ദേഹത്തോട് ചോദിച്ചു, ഹബീബേ, ഉസ്താദേ, ഞാൻ 100 പേരെ ഞാൻ കൊന്നിട്ടുണ്ട്, അല്ലാഹ് എനിക്ക് പുറത്തു തരുവോ? ഉസ്താദ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ?
ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ ഒരു ഗുണപാഠം, എപ്പോഴും മസല ചോദിക്കുമ്പോൾ ഉസ്താദിനോട് തന്നെ ചോദിക്കണം, കമ്മിറ്റിക്കാരോട് ചോദിച്ചിട്ട് കാര്യമില്ലാന്ന്. എപ്പോഴും നമ്മൾ ദീനിന്റെ കാര്യങ്ങൾ അറിവുള്ളവരോട് തന്നെ ചോദിക്കണം, അറിവില്ലാത്തവരോട് ചോദിക്കരുത്, താടിക്കും തഴമ്പും നോക്കിയിട്ട് ചോദിക്കരുത്. കാരണം ആദ്യം വന്ന മനുഷ്യനോട് ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, അല്ല പുറത്തു തരുമോ? ആ ചങ്ങാതിയുടെ അറിവ് വെച്ച് പറഞ്ഞു, നിനക്ക് അല്ല പുറത്തു തരൂല്ലാന്ന്. അതുകൊണ്ട് ഓൻ പോയി. എന്നാ 100ാമത് കണ്ട ഉസ്താദ് പറഞ്ഞു കൊടുത്തു, അല്ല നിനക്ക് പുറത്തു തരും, അല്ലാഹു ഗഫൂറ, അല്ലാഹു റഹീമ, നിനക്ക് അല്ല പുറത്തു തരും. ഉസ്താദ് ഉപദേശം കൊടുത്തു, ഈ നാട്ടിൽ ജീവിക്കരുത്, അപ്പുറത്തൊരു നല്ല നാടുണ്ട്, അങ്ങോട്ട് പൊക്കോ. ഈ ചങ്ങാതി പോയി. പോകുന്ന വഴിയിൽ മരിച്ചുപോയി. മരിച്ചുപോയ ഉടനെ നരകത്തിന്റെ മലക്കും വന്നു, സ്വർഗത്തിന്റെ മലക്കും വന്നു. നരകത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഇവൻ ഞങ്ങൾക്കുള്ളതാ, ഇവൻ 100 പേരെ കൊന്ന കൊലപാതകയാ, ഇവൻ നരകത്തിലേക്കുള്ളവനാ. സ്വർഗത്തിന്റെ മലക്ക് പറഞ്ഞു, ഞങ്ങൾ തരൂല, ഇവൻ തൗബ ചെയ്തിട്ട് വന്നവനാ. അങ്ങനെ നരകത്തിന്റെ മലക്കും സ്വർഗത്തിന്റെ മലക്കും 100 കൊല ചെയ്ത മനുഷ്യന് വേണ്ടി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കമായി മധ്യസ്ഥനായിട്ട് വേളവരെ അള്ളാഹു പറഞ്ഞു വിട്ടു. നിങ്ങൾ നോക്കിക്കേ, 100 കൊല ചെയ്ത ഒരു മനുഷ്യന് വേണ്ടി സ്വർഗത്തിന്റെ മലക്കും നരകത്തിന്റെ മലക്കും തർക്കിക്കുകയാണ്. നമ്മൾ മരിച്ച നമ്മുടെ വീട്ടിലും തർക്കം നടക്കും. സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ വിടാനല്ല, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വത്തിനു വേണ്ടി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പാപ്പ മരിച്ചു കഴിഞ്ഞാൽ, ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചുമ്മാതെ പറഞ്ഞത്, ഈ അടുത്തൊരു വീട്ടിൽ നടന്നത്, ഉമ്മ മരണപ്പെട്ടപ്പോ 3 പെൺകുട്ടികളുണ്ട്. ഏറ്റവും ഇളയ പെൺകുട്ടി പറയാ, ഉമ്മ ജീവിച്ചിരിക്കുന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഈ 3 പവന്റെ മാല എനിക്കുള്ളതാണ്. ഉമ്മയുടെ മയ്യത്തിരിക്കുമ്പോ വീടിനകത്ത് വഴക്ക. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നന്നാകണമെന്ന് ഒരാൾക്ക് തോന്നണം. ഒരാൾക്ക് നന്നാകണമെന്ന് തോന്നിയാൽ മാത്രമേ അള്ളാഹുവനെ നന്നാക്കുകയുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ബാബാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ, ഓതാൻ അറിയില്ലെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിലും ബാപ്പാ, ഇത് അള്ളാഹുവിന്റെ കലാമാ. ആ ഖുർആനിനെ ആദരിക്കണേ, ആ ഖുർആനിനെ ബഹുമാനിക്കണേ. ആ ഖുർആനിലൂടെ അള്ളാഹു പറയുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നീ തയ്യാറാകണോ. ഇല്ലെങ്കിൽ അള്ളാഹു നിന്നെ എഴുതി തള്ളുകയാണ്. പടച്ചവനെ, നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും നഷ്ടപ്പെട്ടു പോവുകയാണ്. പിന്നെ നിന്നെ നന്നാക്കാൻ, നിന്നെ രക്ഷപ്പെടുത്താൻ ഒരാളെ കൊണ്ടും കഴിയില്ല എന്ന പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ? വിശദീകരിക്കുന്നില്ല. അല്ലാഹു പറയുകയാ, വമൻ അളിമു മിമ്മൻ ദുകിറ ബിആയാതി റബ്ബി സുമ്മ അഅറദ അൻഹാ. രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉസ്താദന്മാര് പറയും, മക്കളെ നിസ്കരിക്കണേ, അല്ലാഹനെ മറന്ന് നടക്കരുത്, ധിക്കാരികളെ പോലെ നടക്കരുത്, നിങ്ങൾ കള്ള് കുടിക്കരുത്, വ്യഭിചരിക്കരുത്, നിങ്ങൾ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം. എന്റെ ചെറുപ്പക്കാരോട് ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് പറയുമല്ലോ, പെങ്ങളെ, ഉസ്താദന്മാര് പെൺകുട്ടികളോട് പറയുന്നു, നിങ്ങൾ തലമറയ്ക്കണേ, നിങ്ങൾ ഔറത്ത് മറയ്ക്കണോ. പെങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മറന്ന് ജീവിക്കരുത്. നരകത്തിലധികവും പെണ്ണുങ്ങളാ. നരകത്തിന്റെ തീ വളരെ കഠിനമാണ്. നിന്റെ വീട്ടിൽ കാണുന്ന തീയുണ്ടല്ലോ, അത് നരകത്തിലെ തീയുടെ 70% മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ യുവതലമുറയോട് ഉസ്താദന്മാര് പ്രസംഗം നടത്തുമ്പോ ചെറുപ്പക്കാര് ചോദിക്കുന്ന, ഉസ്താദ്, ഇതൊക്കെ പ്രായമുള്ളവരോട് ചെന്ന് പറ, ഇതൊക്കെ പ്രായമുള്ളവരോട് ചെന്നിട്ട് നരകത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കൂ. ഞങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവരാ, സ്വപ്നലോകത്ത് ജീവിക്കാനുള്ളവരല്ല. പടച്ചവനെ പരിഹസിക്കുകയാണ്, കളിയാക്കുകയാണ്. ചെറുപ്പക്കാരികളായ പെൺകുട്ടികളോട് പറയുന്ന, നരകത്തിലതും അധികവും പെണ്ണുങ്ങളാണ്. ആ സമയത്ത് പെൺകുട്ടികൾ പറയുന്നത്, ഉസ്താദേ, എല്ലാവരും സ്വർഗത്തിൽ പോയാ നരകത്തിലും പോകാൻ ആള് വേണമല്ലോ, ഞങ്ങളെ നരകത്തിൽ പൊക്കൊള്ള. എവിടെയാ ഉസ്താദേ നരകം ഇരിക്കുന്നത്? നിങ്ങൾ പറയുന്ന ഈ കാണുന്ന വലിയ നരകമുണ്ടല്ലോ, ഈ നരകം ഇരിക്കുന്നത് എവിടെയാ? ആകാശത്തിലാണോ, ഭൂമിയുടെ അടിയിലാണോ, അതോ കടലിനടിയിലാണോ, എവിടെയാണെന്ന് ചോദിച്ചു പരിഹസിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ,
ഞങ്ങളൊക്കെ നരകത്തെ കുറിച്ച് പറഞ്ഞു തരുമ്പോ വിശ്വസിക്കാൻ മനസ്സില്ലാത്തവര് അത് എവിടെയാണെന്ന് ചോദിച്ച് കളിയാക്കുന്ന യുവത്വമേ, ഞങ്ങൾ പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ലെങ്കിലോ നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമല്ലോ. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, മക്കളെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമല്ലോ, എങ്കിലും നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുമടോ. അള്ളാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകത്തെ അള്ളാഹു നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമുണ്ടല്ലോ. എപ്പോഴാണ് കൊണ്ടുവരുന്നതെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമതും മുതുമ്പോ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ടു നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മുഖമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, ഇതുപോലെ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളുമല്ല പേടിച്ചു വിറച്ചുകൊണ്ട് നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ചെറുപ്പക്കാരാ, 9:30 ആയല്ലോ. ശരീരത്തുകൂടെ വിയർപ്പ് തുള്ളി ഒഴുകുകയാണ്. വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടല്ലോ. ശരീരം വിയർക്കുമ്പോ സൂര്യൻ അസ്തമിച്ചിട്ട് പോലും ചൂട് താങ്ങാൻ പറ്റുന്നില്ല. 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യന് അത് അസ്തമിച്ചിട്ടും ചൂട് താങ്ങാൻ പറ്റുന്നില്ല. ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന മുസ്ലിമേ, നാളെ ഒരു ജാണ് മുകളില് ചെമ്പിന്റെ തറയില് ഉടുതുണിയില്ലാതെ അള്ളാടെ കോടതിയിലെ ജനങ്ങളെ നിൽക്കുമ്പോ ഒരു ജാണ് മുകളില് 15 ലക്ഷം കിലോമീറ്റർ മുകളിലല്ല ഈ സൂര്യനെ അള്ളാഹു താഴേക്ക് കൊണ്ടുവരികയാ. ഒരു ജാണ് മുകളിലേക്ക് റബ്ബ് സൂര്യനെ ഇറക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, ചൂടൊക്കെ അന്നാണ് ചെറുപ്പക്കാരാ. ചൂടുള്ള നാളുണ്ട്, കിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ? ആ ചെളിമണ്ണിനകത്ത് നിന്നുണ്ടാക്കുന്ന ഇസിക എങ്ങനെയാണ് ചുമന്ന നിറമാകുന്നതെന്ന് നിനക്കറിയോ? മോനെ, പച്ചവിറകിട്ട് കത്തിക്കുന്ന ചൂള കണ്ടിട്ടുണ്ടോ? അതിന്റെ അടുക്കൽ പോയിട്ടുണ്ടോ? അതൊന്നുമൊന്നുമല്ല ചെറുപ്പക്കാരാ, അതൊക്കെ നിസാരമാണോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ്. അതാ ചുമട് വലിച്ചു കൊണ്ടുപോകുന്ന കാളയെ കണ്ടിട്ടുണ്ടല്ലോ? ആ കാള വണ്ടി വലിച്ചു കൊണ്ടുപോകുന്ന കാളയുടെ വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒഴുകുന്നത് കാണുന്നല്ലോ. ഇതുപോലെ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് കാണാ മനുഷ്യന്മാരുടെ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒഴുകുകയാ. പ്രസംഗം കേൾക്കുന്ന പെങ്ങള്, ഫർദക്കകത്തുകൂടെ രഹിതാ നിന്റെ വിയർപ്പ് തുള്ളി ഇങ്ങനെ ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന ഉമ്മ, നിന്റെ വീട്ടിൽ അടുക്കളയിൽ ചോറ് വെക്കുമല്ലോ, കലത്തിനകത്ത് കിടന്ന് ചോറ് തിളയ്ക്കുന്നത് കാണുന്നവളല്ലേ പെങ്ങള്? എങ്കിലും നാളെ അല്ലാഹുവിന്റെ കോടതിയില് നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറിങ്ങനെ തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ഒരു ദിവസം വരാറുണ്ട്. ആ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട്
യാ ഹസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്തേക്ക് അതാ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു ചെല്ലുകയാ. മാലിക്കേ, നരകത്തെ കൊണ്ടുവാ മാലിക്കേ, അള്ളാന്റെ കോടതിയിലേക്ക് നരകത്തെ കൊണ്ടുവരാ പറഞ്ഞിരിക്കുകയാണ്. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് എന്ന് പറയുമ്പോ മാലിക് എന്ന് പറയുന്ന നരകത്തിന്റെ കാവൽക്കാരനായ മലക്ക് ചോദിക്കുകയാ, എങ്ങനെയാ നരകത്തെ കൊണ്ടുവരുന്നത്? എങ്ങനെയാ നരകത്തെ കൊണ്ടുവരുന്നത്? അല്ലാഹുവിന്റെ കൽപ്പനയാണ് മാലിക്. സുബ്ഹാനല്ലാഹ്. നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളെ വിളിക്കുകയോ. അതാ പടച്ചവന് മീഖായിൽ എന്ന് പറയുന്ന മലക്ക് തന്റെ അനുയായികളെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്ന ചങ്ങല എടുത്തു കൊണ്ടുവരാറ്, നരകത്തെ ബന്ധിപ്പിക്കാറുള്ള ചങ്ങല എടുത്തു കൊണ്ടുവരാറ്. അതാ മലക്കുകൾ 70,000 ചങ്ങലകൾ എടുത്തു കൊണ്ടുവരികയാണ്. 70,000 ചങ്ങല കൊണ്ടുവന്ന നരകത്തിന്റെ ഒരു ഭാഗത്തെ അവിടെ നിന്ന് ബന്ധിപ്പിക്കുകയാ. പടച്ചറപ്പേ, നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയുടെ വലുപ്പമല്ല, ആ ചങ്ങലയിലെ കൊളുത്തുണ്ടല്ലോ, ആ ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പമുണ്ടല്ലോ, ഈ കാണുന്ന ദുനിയാവിനെക്കാളും വലുതാ. ഇതുപോലെയുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കിയ 70,000 ചങ്ങല കൊണ്ട് വന്ന് നരകത്തെ ബന്ധിപ്പിക്കുകയാണ്. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകളോ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരികയാണ്. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നിൽക്കുന്ന ജനങ്ങളെ കാണിക്കാറ് അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ആ നരകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുമ്പോ എവിടെയാ ഉസ്താദ്? അതാ കളിയാക്കിയ യുവത്വമേ, ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണുമ്പോ നീ തന്നെ അല്ലാഹുവോട് പറയുകയാ, റബ്ബനാ അബ്സ്വറിനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവിനോട് പറയുന്ന പടച്ചവര്, ആ നരകത്തെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുറപ്പേ, തീ കണ്ടുറപ്പേ, വലിപ്പം കണ്ടുറപ്പേ, ശിക്ഷ കണ്ടുറപ്പേ. അല്ലാഹുവേ, എന്റെ ചെവി കൊണ്ട് ഞാൻ അതിന്റെ അട്ടഹാസം കേൾക്കുന്നു. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു പടച്ചവര്, എനിക്ക് വിശ്വാസമായി പടച്ചവര്, എനിക്ക് വിശ്വാസമായി പടച്ചവര്. അതുകൊണ്ട് ഫർജഅനാ, എനിക്കൊരവസരം കൂടെ തരുവോ അല്ലാ എന്ന് നാളെ പരലോകത്ത് കിടന്ന് യാചിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഊതിയിട്ട് വെള്ളിയാഴ്ച ജുമഅയ്ക്ക് പോകുമ്പോ ഉസ്താദന്മാര് പറയുമല്ലോ, വാപ്പാ 5 നേരം നിസ്കരിക്കൂ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ഒരു ദിവസം 5 നേരം ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നുണ്ട്. നിസ്കരിക്കാൻ പറയുമ്പോ പടച്ചവരെ നിസാരമാക്കുന്നവരുണ്ടല്ലോ. എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ കടത്തിണ്ണയിലും കലങ്ങിന്റെ മുകളിലും പോസ്റ്റിന്റെ മുകളിലും വെറുതെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് പറയുന്ന മക്കളെ, ബാങ്ക് വിളിക്കുന്നടോ. ചെറുപ്പക്കാര് പറയുന്ന മറുപടി എന്തെന്നറിയോ? മുഅദ്ദിനിന്റെ ജോലി ചെയ്യുന്നു, അദ്ദേഹത്തെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് ബാങ്ക് വിളിക്കാനാ. നിസ്സാരമാക്കുകയാ. നിസ്കാരം നടക്കുമ്പോ പള്ളിയിലെ ഇമാമിന്റെ ജോലിയാ നിസ്കരിക്കലോ. പടച്ചവനെ, ചെറുപ്പക്കാർ നിസ്കരിക്കാൻ മടിയാട്. നിസ്കരിക്കാൻ പറയുമ്പോ വല്ലാത്ത മടിയാ. ചെറുപ്പക്കാരോട് പറയുന്ന മക്കളെ, 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കണം. നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോ അതിനെ നിസ്സാരമാക്കുന്നവരുണ്ടല്ലോ. കള്ളുകുടിയെ കുറിച്ച് പറയുമ്പോ, വ്യഭിചാരത്തെ കുറിച്ച് പറയുമ്പോ, ഇതൊക്കെ പറയുമ്പോ നിസ്സാരമാക്കുകയാ. പരിഗണനയില്ല, കളിയാക്കല, പരിഹാസമാ. പടച്ചവനെ, ഉസ്താദേ, നിങ്ങളൊക്കെ പറയുന്നത് പോലെ ജീവിക്കാൻ പറ്റൂല.
ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ നിസ്കരിക്കാൻ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു. എടാ ബാങ്ക് വിളിക്കുന്നടാ, അത് മുഅദ്ദിന്റെ ജോലി ചെയ്യുന്നു. നിസ്കാരം അത് ഉസ്താദിന്റെ പണി നടക്കുന്നു. നമുക്കിതൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് വെള്ളിയാഴ്ച മാത്രം പോയാൽ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദന്മാര് പറയുന്നു മക്കളെ കള്ളു കുടിക്കരുത്. എടാ ഒരു തുള്ളി കള്ള് തൊണ്ടയ്ക്ക് താഴെ പോയാൽ നീ നരകത്തിലാ, നീ സ്വർഗത്തിലേക്ക് കടക്കൂല. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പരിഹസിക്കുന്ന ഒരു കാലം, നിസ്സാരമാക്കുന്ന ഒരു കാര്യം. ഉസ്താദ് നിങ്ങളൊക്കെ ഇങ്ങനെ നടന്നോ? നിങ്ങളൊക്കെ എത്ര വഅദ് പറഞ്ഞാലും നമ്മൾ മാറൂല. നമ്മളെ പരിഹസിക്കുന്ന കാലം. എടോ ഇന്ന് തെറ്റ് ചെയ്യാൻ പേടിയില്ലടോ. ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും പണ്ട് ഒരു വീടി വലിക്കാൻ പേടിയായിരുന്നു. ഒരു വീടി വലിക്കാൻ പേടി. പടച്ചവനെ, എന്തെങ്കിലൊക്കെ തെറ്റ് ചെയ്യുമ്പോ ഒരു ഭയമുണ്ടായിരുന്നു മനുഷ്യന്. ഇന്നത് പോയി. ഇന്ന് മനുഷ്യന് ഭയമില്ല, അല്ല കാണുന്നുള്ളൊരു ബോധമില്ല. കള്ളു കുടിച്ചാലും കഞ്ചാവടിച്ചാലും ഇന്നത്തെ ഉമ്മത്തിന് പേടിയില്ലടോ. നന്മയും ചെയ്യും തിന്മയും ചെയ്യും ഒരുപോലെ, പേടിയില്ല. അല്ലാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പേടിയില്ല ഇന്ന് തെറ്റ് ചെയ്യാൻ. നീ ഉമ്മത്തിന് യാതൊരു ഭയവുമില്ല. എടോ ഭയമില്ലാതെ പോയി സമുദായത്തിന്. നിങ്ങൾ മനസ്സിലാക്കുന്ന, ഇവിടെ പ്രായമുള്ളവർ ഇരിക്കുന്നുണ്ടല്ലോ. ഞാൻ ഉദാഹരണം പറയാം. ഒരു 15 വർഷം മുമ്പ്, ഇപ്പത്തെ കാര്യമല്ല, ഒരു 15 വർഷം മുമ്പ് അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിക്കുവോ? പറ, കുടിക്കുവോ? നിങ്ങൾ എന്താ ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? കുടിക്കുവോ? നിസ്കരിക്കാൻ പള്ളിയിൽ വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിക്കുവോ? കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ നിസ്കരിക്കാൻ പള്ളിയിൽ വരുവോ? ഇല്ല. വ്യഭിചരിക്കുന്ന ഒരാൾ പള്ളിയിൽ നിസ്കരിക്കാൻ വരില്ല. നിസ്കരിക്കാൻ വരുന്ന ഒരാൾ വ്യഭിചരിക്കില്ല. പലിശ കച്ചവടം നടത്തുന്ന ഒരാൾ പള്ളിയിൽ വരില്ല. പള്ളിയിൽ വരുന്നവൻ പലിശ കച്ചവടം നടത്തൂല. ഇത് പണ്ട്. ഇന്നലെയും പള്ളിയിൽ പോയല്ലോ. ഇന്നലെയും വെള്ളിയാഴ്ച നമ്മൾ ഇപ്പോഴും പള്ളിയിൽ പോകുന്നവരില്ലേ ജുമാ നിസ്കരിക്കാൻ? ഇവിടെ കള്ളും കുടിക്കും, നിസ്കരിക്കാൻ പള്ളിയിലും വരും. ഇപ്പൊ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വരൂലേ? കള്ളു കുടിക്കുന്നവർ നിസ്കരിക്കാൻ പള്ളി വരൂലേ? അത് ആലോചിക്കേ. ഇവിടെ കള്ളു കുടിക്കും, നിസ്കരിക്കാൻ പള്ളിയിലും വരും. പേടിയില്ലടോ. വ്യഭിചരിക്കുന്നവൻ പള്ളിയിൽ നിസ്കരിക്കാൻ പോലും വരില്ല. ഇപ്പൊ പള്ളി കമ്മിറ്റി കയറിയിരിക്കുന്നുണ്ട് പള്ളി പരിപാലിക്കാൻ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇപ്പൊ പള്ളി പരിപാലിക്കുന്നവന്റെ യോഗ്യത എടുത്തു നോക്കിയാൽ കേസിലെ പ്രതികളായി മാറുന്നു. ഇവിടെ പലിശ, നിങ്ങൾ ആലോചിക്കുക. പലിശയുമായി ബന്ധപ്പെട്ട് ഇന്ന് പള്ളിയിലെ ഖത്തീബ് ദുആ ചെയ്യാറുണ്ട് നിസ്കാരം കഴിഞ്ഞ്. ആ സാധുവിന് തോന്നാറുണ്ട്, അല്ല ഞാനിത് ആർക്ക് വേണ്ടിയാ ചെയ്യണേന്ന്. കാരണം ആരും ആമീൻ പറയാറില്ല. ഉസ്താദിന് തന്നെ തോന്നാറുണ്ട്, പടച്ചോനെ ഞാൻ ആർക്കല്ല ഇത് ചെയ്യണേന്ന്. ഇതങ്ങനെ ഞാൻ പണ്ട് പഠിച്ചു കഴിഞ്ഞ് ഞാൻ ജോലിക്ക് ഇറങ്ങിയപ്പോ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനൊരു വീട്ടിൽ ദുആയ്ക്ക് പോയി. മരണമില്ല, മരിപ്പങ്ങാണ്ട കഴിഞ്ഞതാ. 7 3 കണ്ടാന്ന് തോന്നുന്നു. ആ ചെറുപ്പക്കാരൻ, ഞാൻ ആ പ്രായത്തില് എന്നെ ദുആയ്ക്ക് വിളിച്ചോണ്ട് പോയി. ഞാനും ഒരു ഉസ്താദും കൂടെ ആ വീട്ടിൽ പോയി ദുആയൊക്കെ യാസീനൊക്കെ ഓതിയിട്ട് ദുആ ചെയ്യാൻ സമയമായപ്പോ ഞാനും ഉസ്താദ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. ആരും വരണില്ല, വീട്ടുകാരും വരണില്ല. അപ്പൊ എന്റെ കൂടെയുള്ള ഉസ്താദ് പറയുന്നുണ്ട്, കാക്കാ ദുആ ചെയ്യാൻ പോവാ. ഇല്ല ഉസ്താദ് ചെയ്തോ. അവര് നമ്മളോട് ചെയ്യാൻ പറയാ. ഇവര് ചോറ് വിളമ്പിയിട്ട് നടക്കുക. കുറെ നേരം ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടും ആരും വരുന്നില്ല. ഉസ്താദ് ദുആ ചെയ്യാനാ പറയണേ. ഞാനപ്പോ ദുആ ചെയ്തു, അല്ലാഹുവേ ഈ ഓതിയ യാസീനിന്റെ പ്രതിഫലം എന്റെ വാപ്പാടെ ഖബറിലേക്ക് എത്തിച്ചേക്കണേ അല്ലാഹ്. കാരണം ഞാൻ എന്റെ വാപ്പായ്ക്ക് തന്നെ ഹദിയ ചെയ്തു. കാരണം ആ വീട്ടുകാർക്ക് ആർക്കും വേണ്ട. അപ്പൊ എന്റെ കൂടെ ഇരുന്ന ഉസ്താദ് എന്നെ തോണ്ടി, ഈ ചങ്ങാതിയുടെ വീട്ടിൽ ആരെങ്കിലും ഭരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും കൊടുത്തേക്കണേ അല്ലാഹ്. ഞാൻ അങ്ങ് ദുആ ചെയ്തു. കാരണം ഇന്നത്തെ അവസ്ഥ അതാടോ. പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമ്പോ ആമീൻ പറയുന്ന ശബ്ദം എവിടെ? അതൊക്കെ ജനറൽ ബോഡിയിലോ പൊതുയോഗത്തോ വരണം. ഇവനൊക്കെ നാവുണ്ടോന്ന് അറിയാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദ് ഇങ്ങനെ ഒരു ദിവസം യാദർശികമായി ദുആ ചെയ്യുമ്പോ പള്ളിക്കകത്ത് ഒരു ആമീൻ കേൾക്കുന്നുണ്ട്. ഉസ്താദിന് തന്നെ അത്ഭുതം, ആരാ അല്ലാഹ് ഇത്? ഉസ്താദ് ഇങ്ങനെ ദുആ ചെയ്യുമ്പോ ഒരാൾ 2 കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് ഒരു സഹോദരൻ ആമീൻ. ഉസ്താദിന് ഉഷാറായി. ആദ്യമായിട്ട് പള്ളിക്കകത്ത് ആമീൻ കേട്ടപ്പോഴത്തേക്ക് ഉസ്താദ് ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹ് നീ സ്വർഗം കൊടുക്കണം, നല്ല മരണം കൊടുക്കണം. ഈ ചങ്ങാതിയുടെ ആമീന്റെ പവർ എല്ലാരും തല ഉയർത്തി നോക്കുന്നുണ്ട്. ആരാ അല്ലാഹ് ഇതെന്ന്? ഇത്? അപ്പൊ ഉസ്താദ് ഈ ചങ്ങാതിയുടെ ആമീൻ കേട്ടപ്പോ ഒരു അത്ഭുതം. ഉസ്താദ് ഈ ചങ്ങാതിയെ നല്ലതുപോലെ ഒന്ന് നോക്കി. ഒന്നാമത്തെ സഫിൽ മുഅദ്ദിനിന്റെ തൊട്ടടുത്തിരുന്നിട്ട് ആമീൻ പറയുന്ന ചെറുപ്പക്കാരൻ, ആ സഹോദരനെ ഉസ്താദ് നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ചു. 2 കൈയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആമീൻ പറയുന്ന ചങ്ങാതിയെ നല്ലതുപോലെ നോക്കിയപ്പോ അവന്റെ പോക്കറ്റിന്റെ അകത്തിരിക്കുന്നുണ്ട് നാളെയാണ് ശനിയാഴ്ച ബമ്പർ, കാരുണ്യ ഓണ ബമ്പർ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോട്ടറി പോക്കറ്റിന്റെ അകത്ത് വെച്ചിട്ടാ ഈ പഹയം പള്ളിക്കകത്തിരുന്ന് ആമീൻ പറയുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ.
ആമീൻ പറയടോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടോ, തൊപ്പിയും താടിയും വെച്ച ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് ലോട്ടറി വേണോ എന്ന് ആരെങ്കിലും ചോദിക്കുവോ? ഇപ്പോഴല്ല, നേരത്തെ ചോദിക്കുവോ? ചോദിക്കൂല. നമ്മളോട് ആരോടും വന്നിട്ട് നിങ്ങളോട് ചോദിക്കും, പക്ഷെ ജുബ്ബയും തൊപ്പിയിട്ട് ഒരാളോട് വന്ന് ലോട്ടറി വേണോ എന്ന് ചോദിക്കത്തില്ല. പക്ഷെ കഴിഞ്ഞ ഓണത്തിന് എന്റെ അടുക്കൽ ഒരു അമ്മ വന്നിട്ട് ചോദിച്ചു 10 കോടി. കഴിഞ്ഞ വർഷത്തെ ഓണബമ്പർ എത്ര ആയിരുന്നപ്പാ? ഈ വർഷത്തെ ഓണബമ്പർ എത്ര? നിങ്ങളൊക്കെ മലക്കുകൾ, ഞാൻ മാത്രമേ ഉള്ളൂ മനുഷ്യൻ. പടച്ചവൻ ആർക്കും അറിയില്ല. ഉസ്താദെ വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു ഓണബമ്പർ 10 കോടി. 10 കോടിയാണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ആ അമ്മയെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അമ്മേ ഞങ്ങൾക്ക് ഇത് എടുത്തുകൂടാ, പാവാ, ഹറാമാ. ഞാൻ ആ അമ്മയോട് പറഞ്ഞു ഞങ്ങൾക്കിത് ഹറാമാ. അമ്മ എന്നെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു. അമ്മ എന്നെ നോക്കിയിട്ട് വല്ലാതെ ഒന്ന് ചിരിച്ചു. ഞാൻ ചോദിച്ചു, എന്തേ അമ്മയെ ചിരിക്കണേ? അല്ല, നിങ്ങളുടെ ഒരു കാക്കാടെ കടയിലെ ഏജന്റാ ഞാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ അമ്മ ചിരിച്ചതിനർത്ഥം നമ്മുടെ സമുദായത്തിലെ ഒരു കാക്കാടെ കടയിലെ ഏജന്റായി അമ്മ. അതാ ആ പാവ എന്നെ നോക്കി ചിരിച്ചത്. എടോ, നിങ്ങൾ നിസ്സാരമാക്കണ്ട. ഞാൻ തന്നെ ജോലി ചെയ്ത ഒരു പള്ളിയിൽ ഒരു കട ഉദ്ഘാടനത്തിന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പള്ളി ജോലിയായി. ഒരു കട ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഒരു സഹോദരൻ ഓടി വന്ന് മുണ്ട് അഴിച്ചിട്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സിറാജ് ഉസ്താദെ വയലൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ, ദുആ ചെയ്യണം, കച്ചവടത്തിലൊക്കെ ബർക്കത്തുണ്ടാകാൻ ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞു, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ മുന്നോട്ട് നടന്നു പോയപ്പോൾ എൻ്റെ കൂടെ വന്ന സഹോദരൻ ചോദിച്ചു, ഉസ്താദ് അവൻ എന്ത് ജോലിയാണെന്നറിയോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അല്ല, ബർക്കത്തിന് ദുആ ചെയ്തു. എനിക്കറിയില്ല. ഞാൻ എന്ത് ജോലിയാന്ന്? ലോട്ടറി കടയാന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ലോട്ടറി കട ഏതാ മനുഷ്യനെ കളിയാക്കുന്ന കാലമിടോ. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് പള്ളിയിലെ അത്തീബിന് ഉസ്താദിന് വെള്ളിയാഴ്ച പള്ളിക്കകത്ത് കയറിയിട്ട് പലിശയെക്കുറിച്ച്, വ്യഭിചാരത്തെക്കുറിച്ച്, കള്ളുകുടിയെക്കുറിച്ച് പ്രസംഗിക്കാൻ പറ്റുമോ? പറ്റൂല. ഉസ്താദ് പ്രസംഗിച്ചാൽ പള്ളിക്കകത്ത് ഇരിക്കുന്നവന്മാര് പറയുന്നു നമുക്കിട്ടാടാ താങ്ങുന്നതെന്ന്. കാരണം എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. കള്ളുകുടിയനുണ്ട്, എല്ലാ ടീമുണ്ട്. ഇതാ അവസ്ഥ.